അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി രാജ്യത്തിനാകെ മാതൃകയാണെന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേ രേഖയിൽ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അത് തള്ളിപ്പറഞ്ഞ ബി.ജെ.പി. നേതാവ് രാജീവ് ചന്ദ്രശേഖറിനെയും പ്രതിപക്ഷത്തെയും ലക്ഷ്യമാക്കി മന്ത്രി എം.ബി. രാജേഷ് കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് PR-ലല്ല, പ്രവൃത്തിയിലാണ്. ആ പ്രവൃത്തിക്ക് കിട്ടുന്ന അംഗീകാരത്തെ പരിഹസിച്ചത് കൊണ്ടോ അസഹിഷ്ണുത കാണിച്ചത് കൊണ്ടോ യാഥാർത്ഥ്യം മാറില്ല എന്നാണ് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത്. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നതിന് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക രേഖയായ എക്കണോമിക് സർവേ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇതിനെ PR സ്റ്റണ്ട് എന്ന് പരിഹസിച്ച രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ എന്തു പറയുമെന്ന ചോദ്യമാണ് മന്ത്രി ഉയർത്തുന്നത്. ഇതും പബ്ലിസിറ്റി സ്റ്റണ്ടാണോ, ഇതും PR ആണോ എന്ന ചോദ്യങ്ങളിലൂടെ ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുകയാണ് മന്ത്രി. റിപ്പോർട്ട് പ്രകാരം സാമൂഹ്യ മുൻകൈയോടെ കേരളം അതിദാരിദ്ര്യരെ ശാസ്ത്രീയമായി കണ്ടെത്തുകയും ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി ഭക്ഷണം, ആരോഗ്യ സുരക്ഷ, അടിസ്ഥാന രേഖകൾ തുടങ്ങി സമഗ്ര ഇടപെടലിലൂടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്നാണ് വ്യക്തമാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും പങ്ക് റിപ്പോർട്ട് പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ വെറും അവകാശവാദമല്ലെന്ന് കേന്ദ്ര രേഖ തന്നെ അംഗീകരിക്കുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇതാദ്യമായല്ല കേരളത്തിന്റെ നേട്ടം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നത്. ദി ഇക്കണോമിസ്റ്റ് വാരിക കേരളത്തെ ഇന്ത്യയുടെ വികസന ചാമ്പ്യൻ എന്ന് വിശേഷിപ്പിച്ച കവർ സ്റ്റോറിയാണ് അതിലൊന്ന്. 240 വർഷത്തെ പാരമ്പര്യമുള്ള ലണ്ടൻ ടൈംസ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ്: കേരളം അതിദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ പേജുകളിലേക്ക് നാട് കടത്തിയെന്ന്. ഇതിനെയും പരിഹസിക്കാൻ ഇക്കൂട്ടർ മുന്നിലുണ്ടായിരുന്നു. ലോകബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മലയാളി കൂടിയായ വിനോദ് തോമസ് ബ്രൂക്കിംഗ്സിൽ എഴുതിയ ലേഖനം പറഞ്ഞത് കേരളത്തിന്റെ അതിദാരിദ്ര്യമുക്ത പദ്ധതി ഇന്ത്യക്കോ മൂന്നാം ലോക രാജ്യങ്ങൾക്കോ മാത്രമല്ല വികസിത സമ്പന്ന രാജ്യങ്ങൾക്കും മാതൃകയാക്കാവുന്ന പദ്ധതിയാണ് എന്നാണ്. സിംഗപ്പൂർ ടൈംസ് ഉൾപ്പെടെ വേറെയും ഒട്ടേറെ വിഖ്യാതമായ ആഗോള മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും പ്രാധാന്യത്തോടെയാണ് കേരളത്തിന്റെ നേട്ടത്തെ പ്രചരിപ്പിച്ചത്. അതിനെല്ലാം നേരെ കണ്ണടച്ചിരുട്ടാക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ ഇപ്പോൾ സ്വയം പരിഹാസ്യരായിരിക്കുന്നു. ഈ വാർത്ത കേരളത്തിന് അഭിമാനകരമായ നേട്ടമായിട്ടും ചില പ്രധാന ദിനപത്രങ്ങളും ഈ വാർത്ത അവഗണിച്ചുവെന്ന വിമർശനവും മന്ത്രി ഉന്നയിക്കുന്നുണ്ട്. കേരള സർക്കാരിന്റെ ബജറ്റിനെ സർവേ ചെയ്യാനുണ്ടാക്കിയ പോൾ പേജ് സർക്കാരിന് അനുകൂലമായപ്പോൾ ആ പോൾ പേജ് തന്നെ ഒരു പ്രമുഖ മാധ്യമ മുഖ്യ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കാം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ ഇകഴ്ത്താനും പരിഹസിക്കാനും മത്സരിച്ചിരുന്ന ചില വിദഗ്ധരും മാധ്യമങ്ങളും ഇപ്പോൾ അറിയാത്ത ഭാവം നടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഞങ്ങൾ വസ്തുതകളെ പറയാറുള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കപ്പെടും. എതിർക്കുന്നവർക്കും അംഗീകരിക്കേണ്ടി വരും. നേരെ നിലനിൽക്കുമെന്നും മന്ത്രി എം.പി. രാജേഷ് കുറിപ്പിൽ പറയുന്നുണ്ട്. കേരളത്തിന്റെ പ്രവർത്തന മാതൃകയെ കേന്ദ്ര രേഖ തന്നെ പ്രശംസിക്കുന്ന ഈ ഘട്ടത്തിൽ ബി.ജെ.പിയും രാജീവ് ചന്ദ്രശേഖറും പ്രതിപക്ഷ നേതാവും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി രാജീവ് ചന്ദ്രശേഖർ എന്തു പറയുമെന്നറിയാൻ അതിയായ കൗതുകമുണ്ട്. ഇതും പബ്ലിസിറ്റി സ്റ്റണ്ടാണോ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ? ഇതും PR ആണോ പ്രതിപക്ഷ നേതാവേ? ഇന്നത്തെ ഒരു ദിനപത്രത്തിലും കേരളത്തിന് അഭിമാനം നൽകുന്ന ഈ വാർത്ത ഇടം പിടിച്ചതേയില്ല. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ഇകഴ്ത്താനും പരിഹസിക്കാനും മത്സരിച്ച വിദഗ്ധരും അവരെ പിന്തുണച്ച മാധ്യമങ്ങളും ടെലിവിഷൻ അവതാരകരും ഇത് അറിഞ്ഞ മട്ടേ നടിക്കുന്നില്ല.